ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൺ. ഇനി നമുക്ക് ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള, കണ്ടോ തൊടുമ്പോൾ തന്നെ എത്ര സോഫ്റ്റാണെന്നറിയോ ഈ കേക്ക്. നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ നല്ല വെറൈറ്റി ആയിട്ട് പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് റേസിൻസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 to 7 ഡേറ്റ്സ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ഈ ഒരു കേക്കിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്നിട്ട് പഞ്ചസാര എടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ്, മെഷറിംഗ് ഗ്ലാസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത് ഗ്ലാസ്സാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏത് കപ്പാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതേ കപ്പിൽ തന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കാം. ഞാനിവിടെ നമ്മളെടുത്ത അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാഫ്, അതായത് കൃത്യം ഹാഫ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഹാഫ് ഒന്ന് മാറ്റാം. അപ്പം ഈ ഒരു ഗ്ലാസ്സിലെ പഞ്ചസാര നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക്, അതായത് നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ ഷുഗർ കാരമലൈസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമുക്കിതിലേക്ക് മാറ്റാം. ഒരു ഹാഫ് മതിയാവും. ബാക്കി ഹാഫ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇപ്പം പോയി നമുക്ക് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നമ്മളിപ്പം കാരമലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റവിന്മേൽ ഈ ഒരു പഞ്ചസാര നമ്മൾ വെച്ചിട്ടുണ്ട്, ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ മതിയാവും. ഈ ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായി വരും. ഒരു മീഡിയം ഫ്ലെയിമിലും വേണ്ട, ഇതിന് കുറച്ചുകൂടെ താഴ്ന്ന് വേണം വെക്കാൻ. ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയ്ക്ക് വേണം നമ്മൾ ഫ്ലെയിം വെക്കാൻ. ഈ ഷുഗർ നന്നായിട്ട് ഇപ്പോൾ ഒന്ന് മെൽട്ടാവും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഷുഗർ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷുഗർ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഡാർക്ക് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരല്പം കൂടെ ഡാർക്കായിട്ട് നമുക്ക് കിട്ടണം. അപ്പോഴേ നമ്മുടെ കേക്കിന് നല്ല കളർ വരത്തുള്ളൂ. നമ്മൾ ഈ കാരമലൈസ് ചെയ്യുന്നതിൻ്റെ കളർ അനുസരിച്ചിരിക്കും നമ്മുടെ കേക്കിൻ്റെ കളർ. കണ്ടോ, നല്ല കളറായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ നമുക്ക് മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ഷുഗർ എടുത്തത് അതേ മെഷറിംഗ് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഷുഗർ നമുക്ക്, ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒറ്റയടിക്ക് നമ്മൾ ഒഴിക്കരുത്. കാരണം ഇത് നല്ല ചൂടുള്ള ഷുഗർ സിറപ്പ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് നമ്മളെടുത്ത് വെച്ച ഡേറ്റ്സും റൈസിൻസും അതുപോലെ ഡ്യൂട്ടി ഫ്രൂട്ടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടും തിളച്ച് വരണം. അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് നമ്മൾ ഒഴിച്ച വെള്ളം ഒരു ഹാഫായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റി വരുന്നുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഗ്രാമ്പൂവിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്രാമ്പൂ എടുത്തുകൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൗഡർ നമുക്ക് ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റമ്മിലൊക്കെ നമ്മൾ സോക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് കിട്ടാനും അതുപോലെ ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നല്ല ഒരു ഇതായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റിക്കണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്താലേ നമ്മൾ നന്നായിട്ട് തണുത്ത് വരുമ്പോഴേക്കും കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഷുഗർ സിറപ്പ് ആയതുകൊണ്ട് കട്ട പിടിച്ചു പോവും. അതുകൊണ്ട് ഇത്രയും വെള്ളം നമുക്ക് ഇതിനകത്ത് കിടക്കണം.
ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടും തണുക്കുന്നവരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്കൊരു ഫിൽറ്റർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെടുത്ത അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. കറക്റ്റ് ഒരു ഗ്ലാസ് മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ, അതായത് ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. കട്ടകളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലൊരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പം കേക്ക് തയ്യാറാക്കിയാലും ഈ ഒരു പ്രോസസ്സ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഫിൽറ്റർ ചെയ്ത് തന്നെ നമ്മൾ പൗഡർ ഇതുപോലത്തെ മാവുകൾ ചേർക്കാവുള്ളൂ. ഇത്ര മതിയാവും. നമുക്കിത് ഇത്രയും ഒരു പോർഷൻ നമുക്ക് വേണ്ട. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു മിക്സഡ് ജാർ എടുക്കാം. ഈ ജാറിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ വാനില എസൻസും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ മുട്ട അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചേക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ ഷുഗറും അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ യൂസ് ചെയ്തത് ആ ഗ്ലാസ് തന്നെ 1/2 ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മളതും അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു മിക്സിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു മിക്സ് ഓൾറെഡി ഒരു നല്ല തണുത്ത് റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ഈ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 1/2 സ്പൂൺ ഗ്രാമ്പൂവിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഗ്രാമ്പൂവിൻ്റെ പൊടി 1/2 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ശേഷം ഇട്ടാൽ മതി. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിടണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനുശേഷം നമുക്കൊരു ഇത്രയും വെച്ചേക്കാം. ഇതിനകത്ത് നമുക്ക് നമ്മുടെ കാഷ്നട്ടും അതുപോലെ നിങ്ങൾക്ക് ബദാം ചേർക്കണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇത്രയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കണ്ട ഇത്രയും മാവ് നമ്മൾ മിച്ചം വെച്ചിട്ടുണ്ട്. ഈ ഒരു മാവിലേക്ക് നമ്മൾ
എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ടൈമിൽ ബദാമോ പിസ്തയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്നട്ട് മാത്രമാണ് ചേർക്കുന്നത്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ബീറ്ററോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് മെഷറിംഗ് കപ്സോ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ കേക്ക് തയ്യാറാക്കിയത്. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ കറക്റ്റ് നന്നായിട്ടൊന്ന് എല്ലാം നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കറക്റ്റ് ബാറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടിൻ എടുക്കാം. ഞാനിവിടെ കേക്കിൻ്റെ ടിന്ന് ഓൾറെഡി കുറച്ച് ബട്ടർ തേച്ച് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്കിതൊന്ന് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ടാപ്പ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേളിലേക്ക് കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കാം. ഇത്തിരി കാണാനൊരു നല്ല ഭംഗിക്ക് വേണ്ടിയാണിത്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്നട്ടും ഇട്ട് കൊടുക്കാം. നല്ലൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. കേക്ക് നല്ല ബേക്കായി വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കുക്കർ നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പ്രീ ഹീറ്റ് ആയിട്ടുള്ള കുക്കറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കേക്ക് ടിന്ന് ഈ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ഈ വിസിൽ വെക്കാതെയാണ് നമ്മൾ അടച്ചു കൊടുക്കുന്നത്. ഇത് വെക്കാൻ പാടില്ല. ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് വെക്കാതെ നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് 45 മിനിറ്റ്സ് കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്തത്. അപ്പം നമുക്കിനി ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കുക്കറിൻ്റെ ഈ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കേക്ക് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് 45 മിനിറ്റ്സ് മതിയാവും കുക്കായി കിട്ടാൻ വേണ്ടി. നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. നമുക്ക് കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അകമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഒട്ടും തന്നെ ഇതിനകത്ത് പറ്റിയിട്ടില്ല, സ്റ്റിക്കായിട്ടൊന്നും വന്നിട്ടില്ല, കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തണുക്കാനായിട്ട് ഈ കേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ചൂടൊക്കെ പോയി നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ തണുത്തിട്ടുണ്ട്. തൊടുമ്പോഴേ നല്ല സോഫ്റ്റാണ് കേക്ക്. കണ്ടോ. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വിട്ടു വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റുമാണ്. തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഈ ക്രിസ്മസിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. താങ്ക്